രാവിലെ 6:30 ആയപ്പോൾ എണീറ്റു. എന്നിട്ട് ചുമ്മാ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കള വശത്തോട്ട് വന്നു. ഇത് നമ്മുടെ അടുക്കള വശമാണ് കേട്ടോ. കോഴിക്കൂടൊക്കെ ഉണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ നേരെ ഇവിടെ കുറച്ച് ചെടിയും നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെടി കാര്യമായിട്ട് ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. അതിനുശേഷം എനിക്കിങ്ങനെ ഒരുപാട് ചെടികളൊക്കെ നടുന്ന ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ അതിനൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഇനി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് പിന്നെ അതിൽ കൂടെ കുറച്ച് നേരം നടന്നു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്നു. ഫ്രണ്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കാഴ്ചകളെന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പം ആ ഒരു തണുപ്പും മഞ്ഞും അത് വേറൊരു ഫീലാണ്. നമുക്കൊരു ഫ്രഷ് എഫക്റ്റ് കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നും അങ്ങനെയൊന്നും സാധിക്കാറില്ല. ചില ദിവസങ്ങളിലൊക്കെ അത് സാധിക്കാറുള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ പത്രം വന്നു. പിന്നെ പത്രം എടുത്തിട്ട് വീടിനകത്തോട്ട് പോയി. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ടേബിളിൽ 2 ദിവസത്തെ പത്രം അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്തു. അതൊക്കെ എടുത്ത് മാറ്റി നമ്മൾ വെച്ചു. അതിനുശേഷം പിന്നെ നേരെ ചായ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായി. പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചായ ഇട്ടു. എനിക്കും പ്രവീണുമുള്ള ചായയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ 4ഉം 2ഉമാണ് നമ്മൾ പഠിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേണേഴ്സ് എഴുതാതെ 4 നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2ൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുന്നേ ഞാനൊരിക്കൽ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് എനിക്ക് തോന്നി 2. സോ ഇതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ്. ഇത്തവണ എനിക്കിത് റെഡിയാക്കണം. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ലഞ്ച് ഉണ്ടാക്കി, ചോറുണ്ടാക്കി. ചോറിന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറിയും വെച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ. എനിക്ക് അതിനൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ ലേണേഴ്സ് 4നുള്ള ലേണേഴ്സിൻ്റെ ഡേറ്റ് നമുക്ക് 21st കിട്ടിയത്. പക്ഷെ ഒത്തിരി നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരുമ്പാവൂർ RTOയുടെ ഓഫീസിലോട്ട് നമ്മൾ പോയി. അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഫ്ലക്സ് പോലെ ഈ പ്രിൻ്റ് അവിടെ കണ്ടത്. വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനൊരുപാട് വേസ്റ്റ് ചെയ്യുന്ന സാധനവും വാട്ടറാണ്. എനിക്കതൊക്കെ നിർത്തണം എന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 6:30 ആയപ്പോൾ ഞാൻ താഴെ ഇറങ്ങി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെയും എടുത്തിട്ട് ഫ്രഷ് എയർ ശ്വസിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം നടന്നു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ലാറ്റിൻ ചർച്ച് ഉണ്ട്. അവിടം വരെ നടന്നു. എന്നിട്ട് പിന്നെ ചുമ്മാ തിരിച്ച് നടന്നു. അതിനുശേഷം പിന്നെ ഒരു ചായ ഉണ്ടാക്കി, ഒപ്പം ഒരു റസ്ക്കും കഴിച്ചു. അങ്ങനെ വൈകുന്നേരത്തെ ടീ ഓവർ.